കോന്നിയിലെ പരിപാടിക്കിടെ നിലപാട് വ്യക്തമാക്കി റാപ്പർ വേടൻ. ഒറ്റ ജീവിതം ജനങ്ങൾക്ക് മുന്നിൽ ജീവിച്ചു മരിക്കാനുള്ളതാണെന്ന് വേടൻ. ലൈംഗിക പീഡന പരാതികൾ ഒന്നിനു പിറകെ ഒന്നായി വരുമ്പോഴും വേടൻ ആത്മവിശ്വാസത്തിൽ. വേടന് ധൈര്യം നൽകുന്നത് രാഷ്ട്രീയ പിൻബലമോ? പീഡന പരാതി വിവാദങ്ങൾക്കിടെ പ്രതികരണവുമായി റാപ്പർ വേടൻ രംഗത്ത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെട്ട പീഡന ആരോപണ കേസുകൾ മലവെള്ളപ്പാച്ചിൽ പോലെ വന്നതോടെ റാപ്പർ വേടൻ ഉൾപ്പെട്ട വിവാദ വിഷയങ്ങൾ കുറച്ചു കാലമായി വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നില്ല. എന്നാൽ പത്തനംതിട്ട കോന്നിയിൽ നടന്ന സംഗീത പരിപാടിയിൽ വേടൻ തിരിച്ചുവരവ് നടത്തിയതോടെ വീണ്ടും വേടൻ ചർച്ചാ വിഷയമാവുകയാണ്. വേദിയിൽ വെച്ച് വേടൻ നടത്തിയ പ്രസ്താവനകളാണ് അദ്ദേഹത്തെ വീണ്ടും വാർത്തകളിൽ നിറയ്ക്കുന്നത്. ഒരുപാട് ആളുകൾ വിചാരിക്കുന്നത് വേടൻ എവിടെയോ പോയെന്നാണെന്നും എന്നാൽ ഒരു കലാകാരൻ ഒരിക്കലും എവിടെയും പോകുന്നില്ലെന്നും റാപ്പർ വേടൻ പറഞ്ഞു. ഞാൻ എൻ്റെ ഈ ഒറ്റ ജീവിതം ജനങ്ങളുടെ മുന്നിൽ ജീവിച്ചു മരിക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നതെന്നും വേടൻ പറഞ്ഞു. കോന്നി കരിയാട്ടം സമാപന ദിവസമാണ് വേടന്റെ സംഗീത പരിപാടി അരങ്ങേറിയത്. വേടനെതിരെ ഉയർന്ന ലൈംഗിക പീഡന ആരോപണങ്ങളിൽ നേരത്തെ ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. ഓരോ കേസിലെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. 2021-2023 കാലയളവിൽ വിവിധ ഫ്ളാറ്റുകളിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നായിരുന്നു വേടനെതിരായ പരാതി. എന്നാൽ വ്യക്തിഹത്യ ചെയ്യാനാണ് പരാതിക്കാരിയുടെ ശ്രമമെന്നും തനിക്കും മാനേജർക്കും ഭീഷണി സന്ദേശങ്ങൾ ലഭിക്കാറുണ്ടെന്നുമായിരുന്നു വേടന്റെ മറുവാദം. വേടനെതിരെ അടുത്തിടെ ഗവേഷണ വിദ്യാർത്ഥിയും ലൈംഗിക അതിക്രമത്തിന് പരാതി നൽകിയിരുന്നു. സ്ത്രീത്വത്തെ അപമാനിക്കുക, ലൈംഗിക അതിക്രമം നടത്തുക, അശ്ലീല പ്രയോഗം, ലൈംഗിക അംഗവിക്ഷേപങ്ങൾ കാണിക്കുക എന്നീ കുറ്റങ്ങൾ ചുമത്തി കൊച്ചി സിറ്റി പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. എറണാകുളം സെൻട്രൽ പോലീസ് എടുത്ത മറ്റൊരു കേസിലും വേടൻ പ്രതിയാണെങ്കിലും ഈ കേസിലെ പരാതിക്കാരി ഇതുവരെ മൊഴി നൽകാത്തതിനാൽ തുടർ നടപടികൾ വൈകുകയാണ്. പോലീസുമായി സഹകരിക്കുമെന്ന് പോലീസ് സ്റ്റേഷനിൽ വേടൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കോടതിയുടെ പരിഗണനയിലുള്ളതിനാൽ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നും പറയാൻ കഴിയില്ല. താൻ ഇവിടെ തന്നെ ഉണ്ടെന്നും എവിടെയും പോകുന്നില്ലെന്നും മാധ്യമങ്ങളെ കാണുമെന്നും വേടൻ പറഞ്ഞു. യുവതിയുടെ പരാതിയിൽ തൃക്കാക്കര പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. കേസിലെ അതിജീവിത മുൻകൂർ ജാമ്യം നൽകുന്നതിനെ കോടതിയിൽ എതിർത്തിരുന്നു. ഹിരൺദാസ് മുരളി എന്ന വേടൻ സെപ്റ്റംബർ 9-10 ദിവസങ്ങളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണമെന്ന പ്രധാന വ്യവസ്ഥയോടെയായിരുന്നു ജാമ്യം. വിവാഹത്തിൽ നിന്ന് വേടൻ പിന്മാറിയത് മാനസികാരോഗ്യം തകർത്തുവെന്നും അതുകൊണ്ടാണ് പരാതി നൽകാൻ വൈകിയതെന്നുമാണ് അതിജീവിതയുടെ അഭിഭാഷക വാദിച്ചത്. സമൂഹമാധ്യമ പോസ്റ്റുകൾ വഴിയുള്ള അടിസ്ഥാനമില്ലാത്ത വാദങ്ങൾ പരിഗണിക്കാനാകില്ലെന്നും വിവാഹ വാഗ്ദാനം എന്നത് ക്രിമിനൽ കുറ്റം ചുമത്താൻ പര്യാപ്തമല്ലെന്നും കോടതി വാദത്തിനിടെ വ്യക്തമാക്കിയിരുന്നു. ഇരുവരും തമ്മിൽ അടുപ്പമുണ്ടായിരുന്ന കാലത്തുണ്ടായ ശാരീരിക ബന്ധം അകൽച്ചയോടെ എങ്ങനെ ബലാത്സംഗമാകുമെന്നും കോടതി ചോദിച്ചിരുന്നു. തുടർന്നാണ് പരാതിക്കാരിയെ സ്വാധീനിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യരുതെന്നും അന്വേഷണവുമായി സഹകരിക്കണം തുടങ്ങിയ വ്യവസ്ഥകളോടെ കോടതി വേടന് ജാമ്യം നൽകിയത്. പത്തനംതിട്ടയിലെ വേദിയിൽ പരിപാടി അവതരിപ്പിച്ചതോടെ വേടൻ ആത്മവിശ്വാസം വീണ്ടെടുത്തിരിക്കുകയാണ്. ആരോപണങ്ങൾ ഉയരുമ്പോഴും തന്നിൽ വിശ്വാസം അർപ്പിക്കുന്നവർ ഒപ്പമുണ്ടെന്ന തിരിച്ചറിവിലാണ് വേടൻ ചില പ്രസ്താവനകൾ നടത്തിയത്. തന്നെ രാഷ്ട്രീയമായി വേട്ടയാടാൻ ചിലർ രംഗത്തുണ്ടെന്ന് വേടൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അവരെ ഭയന്ന് ഒളിച്ചോടില്ലെന്ന് പറഞ്ഞ വേടൻ കോന്നിയിലെ പരിപാടിക്കിടെ അത് വീണ്ടും ആവർത്തിച്ചു. ഞാനിവിടെ ജീവിച്ച് മരിക്കുവാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് റാപ്പർ വേടൻ പറഞ്ഞത് അദ്ദേഹത്തിന് ലഭിക്കുന്ന രാഷ്ട്രീയ പിന്തുണയുടെ വ്യക്തമായ സൂചനയാണ്.